നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജാക്കന്മാരുടെയും അഗതികളുടെയും മുന്നിൽ നല്ല ഇടനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിടയേകി ലോകം. വിശ്വാസികളുടെയും ലോക രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായി തന്നെ കബറടക്കം. പാപ്പയ്ക്ക് അന്ത്യഞ്ജലിയേകി വത്തിക്കാൻ. ഇനി ലോകം കാത്തിരിക്കുന്നത് അടുത്ത പാപ്പ ആരെന്നറിയാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ഇന്റലിജൻസിന്റെ നിർണായക വിവരം. ഇക്കാര്യം ലോകരാജ്യങ്ങളെ അറിയിച്ച് ഇന്ത്യ. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN രക്ഷാസമിതി. ഒടുവിൽ ഇന്ത്യയോട് തനിനിറം കാട്ടി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെടാൻ താനില്ലെന്ന് ട്രംപ്. അടിക്ക് തിരിച്ചടി. കാശ്മീരിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിയുതിർത്തതോടെ തിരിച്ചടിച്ച് ഇന്ത്യ. തീവ്രവാദികൾക്കെതിരായ നടപടി ശക്തമാക്കി ജമ്മു കാശ്മീർ അധികൃതർ. കാശ്മീരിൽ കഴിഞ്ഞ ദിവസം 5 ഭീകരരുടെ വീടുകൾ ജില്ലാ ഭരണകൂടം തകർത്തു. പാകിസ്ഥാൻ ഇന്ത്യ വക വീണ്ടും പ്രഹരം. പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലെന്ന് സുപ്രധാന പ്രഖ്യാപനം നടത്തി കേന്ദ്ര ജലമന്ത്രി CR പട്ടേൽ. വാർത്തകൾ വിശദമായി. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഇല്ലാതെ എപ്പോഴും സ്വർഗം ലക്ഷ്യമാക്കി പ്രത്യാശയോടെ ഒരുമിച്ച് നടക്കാൻ ഉദ്ബോധിപ്പിച്ച ആധുനിക ലോകത്തിൻ്റെ പ്രവാചകന് സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ചരിത്രം എന്നും ഓർമ്മിക്കുന്ന യാത്രയപ്പ്. തൻ്റെ വിൽപ്പത്രത്തിൽ പാപ്പ കുറിച്ചതുപോലെ ഫ്രാൻസിസ് എന്ന പേര് മാത്രം ആലേഖനം ചെയ്ത അലങ്കാരങ്ങളില്ലാത്ത കല്ലറിൽ ഇനി ഫ്രാൻസിസ് പാപ്പ മേജർ ബസിലിക്കയിൽ അമ്മ മറിയത്തിൻ്റെ മടിയിൽ തലചായ്ക്കും. മറിയത്തിൻ്റെ സ്വന്തം പാപ്പ മറിയത്തിൻ്റെ വിമല ഹൃദയ ഇടം തന്നെ അന്ത്യവിശ്രമ ഭവനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രാദേശിക സമയം രാവിലെ 10 ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പയുടെ ഭൗതികദേഹം സെന്റ് മേരി മേജർ ബസിലേക്ക് എത്തിക്കുകയായിരുന്നു. ബസിലിക്ക കവാടത്തിൽ പാപ്പയെ സ്വീകരിച്ചത് അനാഥരുടെയും കുട്ടികളുടെയും അഭയാർത്ഥികളുടെയും സംഘമായിരുന്നു. എപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടവരുടെ അഭയമാകാൻ ആഗ്രഹിച്ച പാപ്പയ്ക്ക് ഏറ്റവും ഉചിതമായ വരവേൽപ്പ്. ഏകദേശം 2 ലക്ഷം തീർത്ഥാടകർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു, US മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ, വില്യം രാജകുമാരൻ തുടങ്ങി പ്രമുഖരടക്കം 130 ഉന്നത വിദേശ പ്രതിനിധികളെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ജന്മനാടായ അർജന്റീനയിൽ നിന്നുള്ള പ്രതിനിധി സംഘം പ്രസിഡന്റ് ജാവിയർ മിലയുടെ നേതൃത്വത്തിൽ കുർബാനയ്ക്കിടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് സെർജിയോ മാട്രല്ല, പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെയുള്ള ഇറ്റാലിയൻ നേതാക്കൾ 2ാം നിരയിലും മറ്റ് രാഷ്ട്രത്തലവന്മാരും രാജകുടുംബാംഗങ്ങളും 3ാം നിരയിലുമായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുവാനൊരുങ്ങുന്ന കല്ലറയിൽ ലളിതമായിരുന്നു. പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അലങ്കാരങ്ങളും മറ്റെഴുത്തുകളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. കല്ലറ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മാർബിൾ പാപ്പയുടെ മുത്തച്ഛൻ്റെ നാടായ ലിഗുരിയിൽ നിന്നുമാണ് എത്തിച്ചത്. അലങ്കാരപ്പണികളൊന്നും കൂടാതെയുള്ള മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ്കസ് എന്ന ലത്തീൻ ഭാഷയിലെ പേര് മാത്രമാണ് ആലേഖനം ചെയ്തിരുന്നത്. അതോടൊപ്പം പോപ്പിൻ്റെ ഔദ്യോഗികമാലിലെ കുരിശും മാർബിളിൽ പ്രതിഷ്ഠിച്ചു. സാന്താ മരിയ മജോറെ ബസിലിക്കയിൽ മാതാവിൻ്റെ അത്ഭുത ഐക്കൺ ചിത്രം സാലിസ് പോപ്പുലി റൊമാനി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പൗലോസിൻ്റെ ചാപ്പലിനും ഇഫോർസ ചാപ്പലിനും നടുവിലുള്ള ഇടുങ്ങിയ സ്ഥലത്താണ് പാപ്പയെ അടക്കം ചെയ്ത കല്ലറ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ആൾത്താരയ്ക്ക് സമീപത്താണിതെന്നും മറ്റൊരു പ്രത്യേകത. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായി കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾ മാർ ക്ലിമിസ് കത്തോലിക്ക ബാവയ്ക്കും മാർ ജോർജ് കുവക്കാടിനൊപ്പമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കേരളം പ്രതി അയച്ചതിന് കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദിയും രേഖപ്പെടുത്തി. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മുഖർദേശമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ മടങ്ങിയത്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ നിർണായക പങ്ക് സംബന്ധിച്ച് ഇന്റലിജൻസിന് സുപ്രധാന വിവരം ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു. ഇതിനെ സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും ടെക്നിക്കൽ തെളിവുകളും ഉൾപ്പെടെ ലഭിച്ചെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 ലോക നേതാക്കളുമായുള്ള ഫോൺ സംഭാഷണത്തിലും 30 അംബാസഡർമാരുമായുള്ള മീറ്റിംഗിലും ഈ വിവരങ്ങൾ അറിയിച്ചു. ആക്രമണം നടത്തിയ ഭീകരരുടെയും ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനയുടെയും ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിലെ 2 സ്ഥലങ്ങളിൽ കണ്ടെത്തിയതായും ഇന്ത്യ ലോക നേതാക്കളെ ധരിപ്പിച്ചു. ഭീകരർ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നവരാണെന്നും ഇവർക്കെതിരെ ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ടെന്നും ഇന്ത്യ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN രക്ഷാസമിതി രംഗത്ത്. ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും
ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ എന്നും UN പറഞ്ഞു. നിന്ദ്യമായ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ, സംഘാടകർ, ധനസഹായം നൽകുന്നവർ, സ്പോൺസർമാർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്നും ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി പറഞ്ഞു. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള തനിനിറം പുറത്തു വന്നിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപിന്റെ 2 വള്ളത്തിൽ കയറിയുള്ള യാത്ര ലോകം കണ്ടുകൊണ്ടിരിക്കെ ട്രംപിന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് താൻ ഇന്ത്യയുമായി വളരെ അടുത്ത ആളാണ്, അതുപോലെ പാകിസ്ഥാനുമായും വളരെ അടുത്ത ആളാണ്, അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി തനിക്ക് നല്ല ബന്ധമാണ്, ഈ സംഘർഷത്തിൽ താൻ ഇടപെടില്ലെന്നാണ്. ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യയിലുണ്ടായത് ഭീകരാക്രമണമായിരുന്നു. 1500 വർഷമായി അതിർത്തിയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് പരിഹരിക്കും. 2 നേതാക്കളെയും തനിക്കറിയാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ സംഘർഷമുണ്ട് എന്ന് പറഞ്ഞ് തടിയുരുകയാണ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഭീകരാക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് ശക്തമായി അപലപിച്ചിരുന്നു. കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിയുതിർത്തതോടെ ഇന്ത്യൻ സേന തിരിച്ചടിച്ചു. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിവിധ മേഖലകളിലായാണ് വെടിവയ്പുണ്ടായത്. ഇന്ത്യൻ സൈനികർ സംയോജിതമായി തിരിച്ചടിച്ചെന്നും അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ജമ്മു ബന്ദിപ്പൂരിലെ കോൾനാർ അജാസ് പ്രദേശത്തെ ഒളി സംഘത്തിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പാക് ഭീകരനായ ലഷ്കർ തൊയ്ബയുടെ കമാൻഡർ അൽതാഫ് ലല്ലിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചിരുന്നു. വെടിവയ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയ 6 ഭീകരർക്കായി തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് സൈന്യം. ആസിഫ് ഫുജി, സുലൈമാൻ ഷാ, അബു തെഹ എന്നിവരുടെ രേഖാചിത്രവും സേന പുറത്തുവിട്ടു. ഈ ഭീകരന്മാരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ ഇനാമും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രവാദികൾക്കെതിരായ നടപടി ശക്തമാക്കി ജമ്മു കശ്മീർ അധികൃതരും. കശ്മീരിൽ കഴിഞ്ഞ ദിവസം 5 ഭീകരരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം തകർത്തത്. കഴിഞ്ഞ ദിവസം 2 ഭീകരരുടെ ജമ്മു കാശ്മീരിലെ വീടുകൾ പോലീസ് ബോംബ് വെച്ച് തകർത്തിരുന്നു. കശ്മീരിലെ ഷോപ്പിയാൻ, കുൽഗാം എന്നീ ജില്ലകളിൽ ഓരോ വീടും, പുൽവാമയിൽ 3 വീടുകളുമാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസ് തകർത്തത്. ഷോപ്പിയാനിൽ മുതിർന്ന ലഷ്കർ തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെയും, കുൽഗാമിൽ തകർത്തത് ഭീകരൻ സായിദ് അഹമ്മദിന്റെയും വീടുകളായിരുന്നു. അതേസമയം ആക്രമണത്തിൽ കടുത്ത നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന സൂചനയും ശക്തമാകുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ അവധിയടക്കം നിയന്ത്രിക്കണമെന്നും ഏതൊരു അടിയന്തര സാഹചര്യത്തിൽ നേടാൻ തയ്യാറാകണമെന്നുമാണ് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. സഹോദരന്മാരെ തമ്മിൽ അകറ്റുകയെന്ന ലക്ഷ്യമെന്നും ഈ സമയത്ത് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് തന്റെയും തന്റെ പാർട്ടിയുടെയും പിന്തുണയുണ്ടാകുമെന്നും ഒറ്റക്കെട്ടായി നിന്ന് ഭീകരവാദത്തെ തകർത്തെറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലെന്ന സുപ്രധാന പ്രഖ്യാപനവുമായി കേന്ദ്ര ജലവകുപ്പ് മന്ത്രി CR പാട്ടീൽ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. നദീജലം പാകിസ്ഥാന് നൽകാതിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദീർഘകാല നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹിമാചൽ പ്രദേശ് രാജ്ഭവനിൽ ചരിത്രപ്രസിദ്ധമായ ഇന്ത്യ പാക് ഷിംല കരാർ ഒപ്പുവെച്ച മേശപ്പുറത്ത് ഇപ്പോൾ ഇന്ത്യൻ ത്രിവർണ്ണ പതാക മാത്രമേ പാറിപ്പറക്കുന്നുള്ളൂ. ഈ മേശപ്പുറത്ത് നിന്നും ചരിത്ര പട്ടികയിൽ നിന്നും പാകിസ്ഥാന്റെ പതാക നീക്കം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതെപ്പോൾ നീക്കം ചെയ്തുവെന്ന് വ്യക്തമല്ല. 72-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഷിംല കരാർ ഒപ്പുവെച്ചത് ഈ മേശപ്പുറത്ത് വെച്ചായിരുന്നു. 72 ജൂലൈ 2 രാത്രിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടയുമാണ് ചരിത്രപരമായ രേഖയിൽ ഒപ്പുവെച്ചത്. അതിൻ്റെ സ്മരണ പുതുക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും പതാകകൾ അവിടെ പാറിപ്പറന്നിരുന്നത്. അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 6 ബംഗ്ലാദേശികൾ പോലീസ് പിടിയിൽ. അസമിലെ ശ്രീഭൂമിയിലാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ 6 അംഗ സംഘം പിടിയിലായത്. നുഴഞ്ഞുകയറ്റം വച്ചുപൊറുപ്പിക്കില്ലെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിൽ നീതിന്യായ വ്യവസ്ഥയേക്കാൾ ഉയരത്തിലാണ് ഫെഡറൽ സംവിധാനം. ട്രംപിന്റെ ഭരണകാലത്ത് US ജഡ്ജിമാരെ വരെ ഫെഡറൽ ഏജന്റുമാർ കോടതിയിൽ കയറി അറസ്റ്റ് ചെയ്ത് തുടങ്ങിയതോടെ US നീതിന്യായ വ്യവസ്ഥയ്ക്ക് കളങ്കവും തുടങ്ങി. കോടതിയിൽ വെച്ച് US ഇമിഗ്രേഷൻ അധികാരികൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വിദേശ കുടിയേറ്റക്കാരനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാരോപിച്ച് കൗണ്ടി സർക്യൂട്ട് ജഡ്ജി ഹന്ന ഡുഗനെ ട്രംപിന്റെ FBI അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ എഡ്വാർഡോ ഫ്ലോറൻസ് റൂയിസ് എന്ന വിദേശ പൗരനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം നിന്നു എന്നാരോപിച്ചാണ് ജഡ്ജിയെ അറസ്റ്റ് ചെയ്തതായി US മാർഷൽ സർവീസിന്റെ വക്താവ് അറിയിച്ചത്. ജഡ്ജി ഡുഗൻ മനഃപൂർവ്വം ഫെഡറൽ ഏജന്റുമാരെ തന്റെ കോടതി മുറിയിൽ വെച്ച് നിയമവിരുദ്ധനായ വിദേശിയെ അറസ്റ്റ് ഒഴിവാക്കാൻ അനുവദിച്ചുകൊണ്ട് വഴിതിരിച്ചു വിട്ടുവെന്നാണ് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പ്രതികരിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങളെയും US വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തെയും നേരിടാൻ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു ചൈനയുടെ പൊളിറ്റ് ബ്യൂറോ.
സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ യുഎസിന്റെ ഭാഗത്തു നിന്നും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന്റെ നീക്കം. അടിയന്തര പദ്ധതികൾ പൂർണ്ണമായും തയ്യാറാക്കാനും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉറച്ച പ്രവർത്തനം നടത്താനും പൊളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും ട്രംപിന്റെ താരിഫുകളുടെ ആഘാതത്തിൽ നിന്നും ബിസിനസ്സുകളെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുമായി തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പേട്ടുകൾ അടക്കം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഇടപെടലുകളാണ് പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചത്. താഴ്ന്നതും ഇടത്തരക്കാരുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നതും സേവന വ്യവസായം വികസിപ്പിക്കുന്നതിനും ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതികൾ വേണമെന്നും പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. റഷ്യൻ ലഫ്റ്റനന്റ് ജനറൽ യാരോസ്ലാവ് മൊസകാലിക്കിന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ നിർണായകമായ കൂടിക്കാഴ്ച നടന്നു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള യുഎസ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച സഹായിച്ചുവെന്ന് വിറ്റ്കോഫ് ചൂണ്ടിക്കാട്ടി. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ ഈ ചർച്ച സഹായകമായതായി ക്രെംലിനും പറഞ്ഞു. ഇതിനിടെ ലഫ്റ്റനന്റ് ജനറൽ യാരോസ്ലാവ് മൊസ്കാലിക്കിന്റെ കൊലപാതകം റഷ്യയുടെ ഉന്നത ക്രിമിനൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചു. റഷ്യൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫിലെ ഡെപ്യൂട്ടി മേധാവിയായ അദ്ദേഹം തന്റെ കാറിൽ വച്ചിരുന്ന ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് കൊല്ലപ്പെട്ടത്. വിർജീനിയയിലെ ഹാംപ്ടണിലുള്ള ലാംഗ്ലി വ്യോമസേനാ താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ പ്രശസ്ത വ്യോമയാന എയറോവിക്സ് പൈലറ്റ് റോബർട്ട് ഹോളണ്ട് മരിച്ചു. 50-കാരനായ റോബ് ഹോളണ്ട് സാധാരണ ലാൻഡിങ്ങിനായി റൺവേ സമീപിക്കുന്നതിടെ അപകടം ഉണ്ടാകുകയായിരുന്നെന്നാണ് റിപ്പോർട്ട്. വാരാന്ത്യത്തിൽ വിർജീനിയ ബേസിലെ പ്രശസ്തമായ എയർ ഷോയായ എയർ പവർ ഓവർ ഹാംപ്ടൺ റോഡുകളിൽ പ്രകടനം നടത്താൻ ഒരുങ്ങുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ പ്രശ്നകലുഷിതമായ പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയായ ബലൂചിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള മാർഗത് ചൌക്കിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം. റോഡരികിലുണ്ടായ സ്ഫോടനത്തിൽ സൈനിക വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിരോധിത സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. റിമോട്ട് കൺട്രോൾ വഴി ബോംബ് ഉപയോഗിച്ചാണ് BLA സ്ഫോടനം നടത്തിയതെന്ന് റിപ്പോർട്ടുണ്ട്. ഹജ്ജ് പ്രമാണിച്ച് മക്കയിലെ ഹോട്ടലുകളിൽ സൗദി താമസത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഹജ്ജ് ഇതര വിസക്കാർക്ക് ഏപ്രിൽ 29 മുതൽ താമസ സൗകര്യം നൽകരുതെന്ന് ഹോട്ടലുകൾക്ക് സൗദി ടൂറിസം മന്ത്രാലയം കർശന നിർദ്ദേശവും നൽകി. മുഴുവൻ ട്രാവൽ ആൻഡ് ടൂറിസം സർവീസ് ഓഫീസുകൾക്കും ടൂറിസ്റ്റ് താമസ കേന്ദ്രങ്ങൾക്കുമാണ് ഈ നിർദ്ദേശം. ഹജ്ജ് വിസയുള്ളവർ, ഹജ്ജ് സീസണുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, പ്രദേശികവാസികൾ തുടങ്ങിയ മക്ക നഗരത്തിൽ പ്രവേശിക്കാൻ പെർമിറ്റുള്ളവർ ഒഴികെ ഏതൊരാളും ഏപ്രിൽ 29 മുതൽ മക്കയിൽ ഹോട്ടൽ റിസർവേഷനോ താമസ നടപടിക്രമങ്ങളോ നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. ദുബായ് കടലിൽ വെച്ച് തീപിടിച്ച കപ്പലിൽ നിന്നും 10 ഏഷ്യൻ വംശജരായ നാവികരെ രക്ഷപ്പെടുത്തി നാഷണൽ ഗാർഡ്. ഒരു വാണിജ്യ കപ്പലിനാണ് വ്യാഴാഴ്ച തീപിടുത്തമുണ്ടായത്. തുടർന്ന് പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്ത തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ന്യൂസ്. മാഹിയിൽ മദ്യത്തിന്റെ എക്സൈസ് തീരുവയും മദ്യശാലകളുടെ വാർഷിക ലൈസൻസ് ഫീസും കുത്തനെ കൂട്ടാൻ പുതുച്ചേരി സർക്കാർ തീരുമാനിച്ചു. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ മാഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മദ്യവില വർദ്ധിക്കും. കൂടാതെ വാഹനങ്ങളുടെയും ഭൂമിയുടെയും രജിസ്ട്രേഷൻ ഫീസും ഉയരും. മദ്യത്തിന്റെ എക്സൈസ്, അഡീഷണൽ എക്സൈസ്, സ്പെഷ്യൽ എക്സൈസ് തീരുവകൾക്കൊപ്പം മദ്യശാലകളുടെ വാർഷിക ലൈസൻസ് ഫീസും വർദ്ധിപ്പിക്കാനാണ് പുതുച്ചേരി മന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച് ബി ജെ പി നേതാവ് രാജ ഇക്ബാൽ സിംഗ് ഡൽഹിയുടെ പുതിയ മേയറായി. 133 വോട്ടുകളോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി മൻദീപ് സിംഗിന് വെറും 8 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആം ആദ്മി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. CMRL എക്സലോജിക് മാസപ്പടി ഇടപാടിൽ CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ വിജയൻ സമ്മതിച്ചതായി SFIO കുറ്റപത്രത്തിലെ വീണ്ടും മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അതേസമയം CMRL എക്സലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് SFIO കൈമാറി വിശദമായ അന്വേഷണം ഏജൻസികൾ നടത്തുമെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. കേരള ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. കേസെടുത്തത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമെന്നാണ് വിവരം. PV അൻവറിന്റെ UDF മുന്നണി പ്രവേശനം ഉടൻ ഉണ്ടായേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF ഘടകകക്ഷികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട അൻവർ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിയെന്നാണ് സൂചന. ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് UDFന്റെ ഭാഗമാകുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം നേതാക്കളുമായാണ് അൻവർ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന BMW കാർ കത്തി നശിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയോട് ചേർന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന കാറിനാണ് തീപിടിച്ചത്. ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും പുക ഉയർന്നത് കണ്ട യാത്രക്കാർ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 113.63 ഇന്ത്യൻ രൂപ, $1 85.37 ഇന്ത്യൻ രൂപ, €1 96.06 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് $1.33. ഇനി സ്പോർട്സ്.
പാകിസ്ഥാനെ ഈ വർഷം നടക്കുന്ന സുൽത്താൻ അസ്ലൻ ഷാ ഹോക്കി ടൂർണമെന്റിലേക്ക് ക്ഷണിക്കാതെ മലേഷ്യൻ ഹോക്കി ഫെഡറേഷൻ. ജോഹർ ഹോക്കി അസോസിയേഷനിലേക്ക് അടയ്ക്കേണ്ട പണം ഇതുവരെ നൽകാത്ത പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷന് ജോഹർ അസോസിയേഷൻ കത്തയച്ചു. 2023 ഒക്ടോബറിൽ ജോഹർ കപ്പിൽ പങ്കെടുക്കാനായി പാകിസ്ഥാന്റെ മലേഷ്യയിലെത്തിയിരുന്നു. ഈ സമയത്ത് പാക് ഹോക്കി ഫെഡറേഷൻ അധികൃതരുടെ യാത്ര, താമസം, മറ്റ് ചെലവടക്കം ഇന്ത്യൻ സംഘാടകരാണ് വഹിച്ചത്. അധികൃതർ കുടുംബത്തോടൊപ്പം എത്തുകയും പാക് ടീംസ് താമസിച്ച ആഡംബര ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തു. ഇതിന് ചെലവായ തുകയാണ് അടയ്ക്കാനുള്ളത്. കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചു. 38 വർഷത്തെ സേവനത്തിന് ശേഷം 56ാം പിറന്നാൾ ദിനത്തിലാണ് ഈ വിരമിക്കൽ. മലപ്പുറം MSP അസിസ്റ്റന്റ് കമാൻഡന്റ് പദവിയിൽ നിന്നുമാണ് IM വിജയൻ വിരമിച്ചത്. യാത്രയപ്പ് ചടങ്ങ് MSP കമാൻഡന്റ് AS രാജു ഉദ്ഘാടനം ചെയ്തു. 1987 18 വയസ്സ് പൂർത്തിയായപ്പോൾ പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് IM വിജയൻ സേനയിൽ പ്രവേശിച്ചത്. 91 പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാനിലേക്ക് കളിക്കാൻ പോയി. 92 പോലീസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 93 വീണ്ടും പോലീസ് വിട്ട വിജയൻ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, JCT മിൽസ്, ഫഗ്വാര, FC കൊച്ചിൻ, ഛത്തീസ്ഗഡ് ക്ലബ്ബുകളിൽ കളിച്ച ശേഷം വീണ്ടും കേരള പോലീസിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജാക്കന്മാരുടെയും അഗതികളുടെയും മുന്നിൽ നല്ല ഇടനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിടയേകി ലോകം. വിശ്വാസികളുടെയും ലോക രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായി തന്നെ കബറടക്കം. പാപ്പയ്ക്ക് അന്ത്യാഞ്ജലിയേകി വത്തിക്കാൻ. ഇനി ലോകം കാത്തിരിക്കുന്നത് അടുത്ത പാപ്പ ആരെന്നറിയാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ഇന്റലിജൻസിന്റെ നിർണായക വിവരം. ഇക്കാര്യം ലോകരാജ്യങ്ങളെ അറിയിച്ച് ഇന്ത്യ. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN രക്ഷാസമിതി. ഒടുവിൽ ഇന്ത്യയോട് തനിനിറം കാട്ടി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെടാൻ താനില്ലെന്ന് ട്രംപ്. അടിക്ക് തിരിച്ചടി. കാശ്മീരിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിയുതിർത്തതോടെ തിരിച്ചടിച്ച് ഇന്ത്യ. തീവ്രവാദികൾക്കെതിരായ നടപടി ശക്തമാക്കി ജമ്മു കാശ്മീർ അധികൃതർ. കാശ്മീരിൽ കഴിഞ്ഞ ദിവസം 5 ഭീകരരുടെ വീടുകൾ ജില്ലാ ഭരണകൂടം തകർത്തു. പാകിസ്ഥാൻ ഇന്ത്യ വക വീണ്ടും പ്രഹരം. പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലെന്ന് സുപ്രധാന പ്രഖ്യാപനം നടത്തി കേന്ദ്ര ജലമന്ത്രി CR പട്ടേൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.